ഹലോ. രാവിലെ ഞാൻ മുറ്റത്തോട്ട് ഇറങ്ങുമ്പോൾ കണ്ട കാഴ്ചയാണ് നമ്മളെ അമ്പലമെല്ലാം പൂത്തിട്ടുണ്ട്. 4 കളറാണ് മൊത്തം ഉള്ളത്. പക്ഷേ ഇപ്പോൾ 3 എണ്ണേ പൂത്തിട്ടുള്ളൂ. അടുത്തത് നിളയ്ക്കും കേശുവിനും ബ്രേക്ക്ഫാസ്റ്റ് കൊടുക്കുന്ന പരിപാടിയാണ്. ഇന്നിപ്പം ചേട്ടൻ രാവിലെ സിംബയെ തുറന്നു വിട്ടിട്ടുണ്ട്. അപ്പം അവൻ എൻ്റെ ജോലി കുറേ എളുപ്പമാക്കി തന്നിട്ടുണ്ട്. ഇല്ലെങ്കിൽ അവരവിടെ അത് വായിൽ വെച്ച് ഇങ്ങനെ കുറേ നേരം ഇരിക്കും. ഇന്നിപ്പോൾ അവൻ മുറ്റത്തോട്ട് ഇറങ്ങിയപ്പോൾ അവനെ കളിപ്പിക്കാനായിട്ട് രണ്ടാളും കൂടെ ഇറങ്ങി. പിന്നെ ഞാനും കൂടെ ആ ബ്രേക്ക്ഫാസ്റ്റും കൊണ്ട് പുറത്തോട്ടിറങ്ങി. അവർക്ക് ആ കളിച്ചിരിക്കുമ്പം കൊടുക്കുമ്പം കഴിക്കുമല്ലോ. അല്ലെങ്കിൽ കറി വേണ്ടാന്ന് പറഞ്ഞ് കേശു ബഹളമാണ്. കേശുവിന് പഴം കൂട്ടി കഴിക്കണം. ചില സമയത്ത് പലപ്പോഴും പല രീതിയാണല്ലോ കുഞ്ഞുങ്ങളല്ലേ. പിന്നെ ഞാനൊരു പഴം എടുത്ത് മിക്സ് ചെയ്ത് അത് കൂട്ടി കൊടുക്കുമ്പോഴത്തേക്ക് എളുപ്പം അവർ കഴിച്ചോളും. അപ്പോൾ ഇപ്പോൾ സിംബയും കൂടെ ഉള്ളതുകൊണ്ട് വലിയ ഉപകാരമായി. അവന്തോ അവിടെ ഒരു മാള ഇവരെ കണ്ടിട്ട് പേടിച്ച് ചില സമയത്തൊക്കെ അവൻ ഒരു ഒളിക്കാനായിട്ടൊരു സ്ഥലം കണ്ടുവച്ചിട്ടുണ്ട് നമ്മളെ കിണറിൻ്റെ പുറകിലായിട്ട്. അതിപ്പോൾ അവർ കണ്ടുപിടിച്ച് ഇപ്പോൾ രണ്ടാളും കൂടെ ചെന്ന് അവൻ അവിടെ നിൽക്കുമ്പോൾ ചെന്ന് വിളിക്കൊക്കെയാണ് മെയിൻ പരിപാടി. അവനെ സമാധാനമായിട്ട് എങ്ങും കിടക്കാൻ സമ്മതിക്കില്ല. ഇതോ പോകണുണ്ട് രണ്ടാളും കൂടെ. ചേട്ടൻ പാവം വെയിറ്റ് ചെയ്തിരിക്കുകയാണ് സിംബയെ കാണല്ലേ എന്ന്. കണ്ട് അവൻ അപ്പോഴത്തേക്കും ഇവരെ കണ്ടപാടെ അവൻ അതും കൊണ്ട് ഇറങ്ങി വരികയാണ്. അവനും രാവിലെ നല്ല എനർജറ്റിക്കാണ്. ഈ രണ്ടാളെയും ഓടിക്കുന്നുണ്ട്. അപ്പോഴത്തേക്കും പേടിച്ച് ഓടുകയും ചെയ്യുന്നുണ്ട്. ഇന്നലെ രാത്രി നല്ല മഴയുണ്ടായിരുന്നു. അപ്പോൾ ഈ മഴത്തുള്ളിയെല്ലാം ആ ഇലകളിലും ചെടികളിലും ഒക്കെ വീണ് കിടക്കുന്നതുകൊണ്ട് ഞാൻ അങ്ങോട്ടധികം കൊണ്ടുപോയില്ല. കാരണം പിന്നെ ജലദോഷമായി പനിയായി ആകെ കുളമാവും. അതുകൊണ്ട് അങ്ങോട്ട് വിടാതെ ഇപ്പുറം സൈഡിലോട്ടാകുമ്പോൾ ചെടികളും മരങ്ങളും ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ അവിടെ തന്നെ നിർത്തിയാണ് അത് കൊടുത്തുകൊണ്ടിരുന്നത്. സിംബ അതിനും കൂടെ എന്നെ രക്ഷിച്ച് തന്നു. അപ്പോഴാണ് ഞാൻ ഓർമ്മിച്ചത് ലഞ്ച് പാക്ക് ചെയ്തില്ല. ഞാൻ പിന്നെ ചേട്ടൻ്റെ കൊടുത്തിട്ട് ലഞ്ച് പാക്ക് ചെയ്യാനായിട്ട് പോയി. ലഞ്ച് നേരത്തെ അവർ കാണുന്നതിന് മുന്നേ തന്നെ അത് പാക്ക് ചെയ്ത് ഞാൻ ബാഗിൽ വെച്ചാൽ കുഴപ്പമില്ല. ഇല്ലെന്നുണ്ടെങ്കിൽ വന്ന് ചോദിക്കും, അമ്മ തോനെ ചോറിട്ടാ, അതേ കുറച്ച് ചോറിട്ടാ, ഇന്ന് എന്താണ് കറി. അവർക്ക് ഒരുപാട് കറിയും ഒന്നും ഇഷ്ടമല്ല. ഒരു കറി അത്രയും മതി. പിന്നെ മുട്ടയോ മീൻ പൊരിച്ചതോ ഉണ്ടെങ്കിൽ സന്തോഷം. അതുകൊണ്ട് അവർ വരുന്നതിന് മുന്നേ തന്നെ ഞാൻ അതെല്ലാം പാക്ക് ചെയ്ത് റെഡിയാക്കി ബാഗ് എടുത്ത് സിറ്റ് ഔട്ടിൽ കൊണ്ട് വെച്ചാൽ പിന്നെ ഞാൻ രക്ഷപ്പെട്ടു. അപ്പോഴേക്കും ചേട്ടൻ അവിടെ ഇരുന്ന് കൊടുക്കുന്നുണ്ട് അവർക്ക് രണ്ടാൾക്കും. അച്ഛൻ്റെ അടുത്ത് കുറച്ച് പാടാണ് കാര്യം പെട്ടെന്ന് വേണ്ടാന്ന് പറയുമ്പോൾ തന്നെ മതി എന്ന് പറഞ്ഞ് വിടുന്ന ആളാണ് അച്ഛൻ. നിള ലാസ്റ്റ് പിടിയാണേന്ന് പറഞ്ഞ് നിള എസ്കേപ്പ് ആവാനുള്ള പരിപാടിയാണ്. ഇത് കഴിഞ്ഞ് കേശു ഒന്നും കഴിച്ചിട്ടില്ല. കേശുവിൻ്റെ പിറകെ ഇനി ഒരു ഓട്ടം ഉണ്ട്. അതിനി അച്ഛൻ തന്നെ ഓടണം. എനിക്ക് വയ്യ, കാരണം എനിക്കിനി അടുത്ത പരിപാടിയുണ്ട്. അച്ഛൻ ഓടി തുടങ്ങിയിട്ടുണ്ട് കേശുവിൻ്റെ പിറകെ. കേശു നിള നിർത്തുമ്പം കേശു നിർത്തും. എന്നാൽ കേശു നിള കഴിക്കുന്നതിൻ്റെ അത്ര കഴിക്കില്ല. അവൾ വായിൽ വെച്ചിങ്ങനെ ഇരിപ്പാണ് പരിപാടി. എങ്ങനെയെങ്കിലും വണ്ടി വന്ന് നിൽക്കണം. കേശുവിന് വായും കഴുകി വെള്ളവും കുടിച്ചൊരൊറ്റ ഓട്ടമാണ് കേശു. പക്ഷേ ഞാനത് എത്രയായാലും അവളെക്കൊണ്ട് അത് കഴിപ്പിച്ചിട്ടേ വിടുള്ളൂ. സിംബതോ ചെരുപ്പെല്ലാം കടിച്ച് പറിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അവനിപ്പോൾ അതാണ് ശീലം. ചെരുപ്പ് കാലിലിട്ട് നടക്കുന്ന കണ്ടാലും അവനത് തന്നെ. സിംബയെ വിട്ടിട്ട് പോകാൻ പറ്റാത്തതുകൊണ്ട് കേശുവിൻ്റെ അടുത്ത നാടകമാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. അച്ഛനെ സോപ്പിട്ട് പോവാതിരിക്കാൻ വല്ല പരിപാടി ഉണ്ടെന്ന് നോക്കിയാണ്. അവസാനം ഒരു വഴി കണ്ടെത്തി. സോക്സ് ഇടാതെ പോവുള്ളെന്ന്. ഞാൻ എത്ര നിർബന്ധിച്ചിട്ടും കേൾക്കില്ല. സോക്സ് ഇടൂല, ഇന്ന് മഴക്കോളുണ്ട്, അതുകൊണ്ട് ഞാൻ സോക്സ് ഇടൂല, ഷൂ മാത്രം മതിയെന്ന്. അപ്പോഴേക്കും വണ്ടി വന്നു. പിന്നെ ഞാൻ നിർബന്ധിച്ചുകൊണ്ട് നിന്ന കേശു കരഞ്ഞ് സീനാക്കി പിന്നെ പോവില്ല. പിന്നെ നേരെ എനിക്ക് ഉമ്മയൊക്കെ തന്ന് ടാറ്റയൊക്കെ പറഞ്ഞ് അവർ രണ്ടുപേരും കൂടെ പോകുന്നുണ്ട്. ദക്ഷ വണ്ടിക്കകത്ത് ഇരിപ്പുണ്ട്. എനിക്ക് ടാറ്റ പറയാൻ ഞാൻ അങ്ങോട്ട് പുറത്തോട്ട് ഇറങ്ങിയില്ല. സിംബ അവിടെ നിൽക്കുന്നുണ്ട്. ചിലപ്പോൾ അവൻ കയറി ചാടി പിടിച്ചു കളയും. അതുകൊണ്ട് ഞാൻ ഇറങ്ങിയില്ല. ഞാൻ ഇവിടെ നിന്നൊരു ടാറ്റ കൊടുത്തിട്ടുണ്ട് 3 പേർക്ക്. അങ്ങനെ അവർ പോയി. ഇനി അടുത്ത എൻ്റെ പരിപാടികളൊക്കെ എനിക്ക് തുടങ്ങണം. ക്ലീനിങ്ങും മറ്റു കാര്യങ്ങളും ഒക്കെ എന്നെയും കാത്ത് അവിടെ തന്നെ കിടപ്പുണ്ട്. പിന്നെ സിംബതോ അതിൻ്റെ അടിയിൽ കിടന്ന് അവർ പോയതിൻ്റെ ദുഃഖത്തിൽ ഉറങ്ങാൻ തുടങ്ങിയെന്ന് തോന്നുന്നു. അവനാ പേടിച്ചാണ് ഞാൻ ആ മാറ്റ് മുകളിലിട്ടേക്കണം. ഇല്ലെങ്കിൽ അവൻ അതിൽ തന്നെ കയറി കിടക്കും. വൈകുന്നേരം എന്താ ബസ് വന്ന്. ദക്ഷ രാവിലെ ഇല്ലാത്തത് കൊണ്ട് ഇവർ ബസ്സിലിരുന്ന വിവരണം കേട്ടിട്ട് ദക്ഷയ്ക്ക് കൊതിയായിട്ട് ദക്ഷ ഇന്ന് മുകളിലിറങ്ങിയില്ല. നേരെ ഇങ്ങിറങ്ങി വന്ന പാടെ അവൻ്റെ കൂടെ കളിയും തുടങ്ങി. അവനെന്തോ കൊണ്ടുവന്ന് കേശു ഉറങ്ങി. ഞാൻ പിന്നെ എടുത്തുകൊണ്ടൊക്കെ വന്ന്. അങ്ങനെ ദക്ഷയുടെ ഫ്രണ്ട് ദക്ഷയ്ക്ക് ഗൾഫിലായിരുന്നു. ആ കുട്ടി ഗൾഫിൽ പോയിട്ട് വന്നതാണ്. അങ്ങനെ അവൾ കുറേ മുട്ടായിയൊക്കെ കൊണ്ട് കൊടുത്ത് ദക്ഷയെന്ന് പേരെഴുതിയൊക്കെ കൊണ്ട് കൊടുത്ത് സന്തോഷമൊക്കെയാണ് ദക്ഷയ്ക്ക്. അവൾക്ക് അങ്ങനെയൊക്കെ വലിയ ഇഷ്ടമാണ്. അങ്ങനെ എല്ലാം എടുത്ത് വയ്ക്കുകയാണ്. ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ചോദിക്കും, ഒന്ന് താടി. അപ്പോൾ തരില്ല. എല്ലാവർക്കും കൂടെ അവൾ ഒരുമിച്ച് പകുത്ത് കൊടുക്കും. തരും, എല്ലാവർക്കും കൊടുക്കും. പക്ഷേ അവൾക്ക് പങ്കുവയ്ക്കണം. ഞാൻ എൻ്റെ ഇടയ്ക്കിരുന്ന് ഒന്നും ഞൊണ്ടി എടുക്കും. അതും കഴിഞ്ഞ് അവളത് സിംബേരോടെ കളിക്കാനായിട്ട് ഇറങ്ങിയിട്ടുണ്ട്. ഇനി അവനെ ഡാൻസ് പഠിപ്പിക്കുന്നതാണ് ദക്ഷയുടെ അടുത്ത പരിപാടി. ഡാൻസ് മാസ്റ്റർ വിക്രമാണ്. പട്ടി പോലും ഡാൻസ് പഠിപ്പിക്കും. അതാണ് പട്ടി ഇപ്പോൾ കളിക്കും. അവൻ കാലിൽ ചെരുപ്പില്ലാത്തതുകൊണ്ടാണ് അവൻ ഇറങ്ങാത്തത്. ദക്ഷയുടെ കാലിൽ ചെരുപ്പുണ്ടായിരുന്നെങ്കിൽ എപ്പോഴേ സിംബ പിടിച്ചേനെ. ദക്ഷയുടെ താളത്തിനൊക്കെ സിംബയും കൈയും കാലും ഒക്കെ എടുത്ത് തുടങ്ങിയിട്ടുണ്ട്. അതാണ് ദക്ഷ.
ഒരു പന്ത് വാങ്ങിച്ചായിരുന്നു അവന്. അത് അവിടെ എവിടെയെങ്കിലും കാണും. കേശു നോക്കി പോണതാണോ എന്തോ. അല്ല, അടുത്ത കേശു മാസ്റ്റർ ഇറങ്ങിയിട്ടുണ്ട്. ഇനി അവൻ വൈലൻ്റ് ആകുമ്പോഴാണ് ഇവളുമാർ ഓടുന്നത് രണ്ടാളും കൂടെ. നിളയ്ക്ക് വയ്യ. നിളയ്ക്ക് ഉറക്കക്ഷീണം കൊണ്ട് നിള അവിടെ നിന്ന് അപ്പോഴേ വലിഞ്ഞു. മുട്ടായിയും വാങ്ങിച്ചുകൊണ്ട് എവിടെയേ പോയിരുന്ന് കഴിക്കുകയാണ്. അത് തീരുമ്പോഴേ ഇനി നിള വരുവുള്ളൂ. ഡാൻസ് മാസ്റ്റർ വിക്രം പണി തുടർന്നുകൊണ്ടേയിരിക്കുന്നു. സിംബയ്ക്ക് വലിയ താല്പര്യമില്ല. സിംബ അതോ അങ്ങോട്ട് പോകുന്നുണ്ട്. പന്ത് തിരക്കിയാണ് അവൻ പോണത്. അവൾ പക്ഷേ അവനെ ഡാൻസ് പഠിപ്പിച്ചേ മാറും. അവസാനം കേശു പോയി പന്തെടുത്തുകൊണ്ട് വന്നു. സിംബയ്ക്ക് സന്തോഷമാകട്ടെന്ന് അവൻ. ചിലപ്പോഴൊക്കെ അവന് പേടിയാവും പന്ത് കാണുമ്പോൾ. എന്തായാലും പന്ത് അവന് പരിചയമായി. ആദ്യം കണ്ടപ്പോൾ പേടിയായിരുന്നു, ഓട്ടമായിരുന്നു. ഇനിയിപ്പോൾ അതിൻ്റെ പിറകെയായി. എന്തൊരു സിംബയും എന്തൊരു രക്ഷയുമാണ്. സിംബ സന്തോഷവാനാണ്. ഉച്ചവരെ അവൻ നല്ല ഉറക്കമായിരുന്നു. ഇപ്പം നേരെയായി, ഹാപ്പിയായി. അപ്പോൾ അത്രയേ ഉള്ളൂ. ഇന്നത്തെ വീഡിയോ ഒരു കുഞ്ഞു വീഡിയോ ആയിരുന്നു. അപ്പോൾ എല്ലാവരും കണ്ടിട്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യണേ, ലൈക്കും ചെയ്യണേ.